എരഞ്ഞിപ്പാലത്ത് സ്കൂട്ടർ തുറന്നു വെച്ച ഓടയിലേക്ക് മറിഞ്ഞ് യാത്രികന് പരിക്ക്. മാനാഞ്ചിറ മാലാപ്പറമ്പ് റോഡിൽ നിർമ്മാണം നടക്കുന്ന ഓടയിലേക്കാണ് യുവാവ് വീണത്. കൊളവണ്ണ സ്വദേശി നിസാറിനാണ് പരിക്കേറ്റത്. ആ ദൃശ്യം ഒന്ന് കാണാം. ആ ഓടയിലേക്ക് മറിഞ്ഞു വീഴുകയാണ് അദ്ദേഹം. തൊട്ടടുത്ത വാഹനങ്ങളിൽ നിന്നുള്ളവർ ഓടിയെത്തുന്നുണ്ട്. പരിക്കേറ്റിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, എത്രത്തോളം പരിക്കുണ്ട് അയാൾക്ക്? റോഷ്നി, ഈ ദൃശ്യങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അപകടം നടന്ന ഈ റോട്ടിലാണ്. ഞാൻ ഈ ഇരിക്കുന്ന ഈ ഓടയിലാണ് ഇന്നിപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. അതിന് തൊട്ട് മുന്നിലുണ്ടായിരുന്ന ആ കാർ ഇവിടെയുള്ള ഒരു ഷോറൂമിലേക്ക്, അതായത് പോപ്പുലറിന്റെ വെഹിക്കിൾ സർവീസ് ഷോറൂമിലേക്ക് മാറുകയായിരുന്നു. അതിനുവേണ്ടി ഇൻഡിക്കേറ്റർ ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടോ ആ ബൈക്ക് യാത്രക്കാരൻ അത് കണ്ടില്ല. അദ്ദേഹം ഈ വണ്ടി ഓടിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ കാറ് തിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാല് വെച്ച് ഈ വണ്ടി നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഓടയിലേക്ക് വീഴുന്നത്. നമുക്ക് കാണാം, ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. ആ ഘട്ടത്തിൽ വലിയ രീതിയിലെ തിരക്കുണ്ട്. ഒപ്പം തന്നെ ഈ ഓടയ്ക്കൊന്നും തന്നെ കാര്യമായിട്ട് സ്ലാബുകൾ ഇടുകയും ചെയ്തിട്ടില്ല. ആ സ്ലാബിലേക്കാണ് ഇപ്പോൾ ഈ എന്താ പറയാ ഈ ബൈക്ക് യാത്രക്കാരൻ വീണിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ കൗൺസിലർ ആയിട്ടുള്ള KC ശോഭിത കൂടി ചേരുകയാണ്. ശോഭിത അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ ഓടയിലേക്കാണ്, അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഓടയിലേക്കാണ് ഈ സംഭവം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേട്ടാ, ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനുണ്ടായിരുന്നു. അപ്പം അയാൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റില്ല? ഇല്ല, അയാൾക്ക് കാര്യമില്ല. അയാൾക്ക് നിസ്സാരമായ പരിക്കുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചില്ലറ പോറല്ലേ, അത്രേ ഉള്ളൂ. ഇതിപ്പം ഇങ്ങനെ ഈ ഒരു ഓടയ്ക്ക് ഇത് സ്ലാബ് ഇടണം എന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ? ഇതിപ്പം കുറേ കാലമായി ഇങ്ങനെ തന്നെ കിടക്കുക. അതുതന്നെ കഴിഞ്ഞാൽ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ട് നടന്നു പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് ഒഴിയാൻ പോകുന്നു ആൾക്കാരൊക്കെ. നമുക്കപ്പം അവിടുത്തെ കൗൺസിലർ കൂടിയുണ്ട്. ഇപ്പം ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാര്യമായിട്ട് പരിക്കില്ല എന്ന് പറയുമ്പോഴും ആ ദൃശ്യം വളരെ പേടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ അപകടമാണ്. ഇപ്പം എന്താണ് ഈ വിഷയത്തിൽ? ഇതിപ്പോ ഒന്നാമത്തെ സംഭവമല്ല. ഇതിന്റെ ഒരു 10-15 ദിവസം മുൻപാണ് ആ സ്കൂളിന്റെ അവിടെ ഇതേപോലെ ഒരു സ്ത്രീ വീണിട്ട് അവരെ ഇക്ര ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഉടനെ തന്നെ സ്കൂൾ മാനേജ്മെന്റും അതുപോലെ അവിടുത്തെ PTA കമ്മിറ്റിയും ഞങ്ങൾ നാട്ടുകാരും എല്ലാം കൂടി ഇടപെട്ടിട്ടാണ് അവിടെ ഒരു കവറിംഗ് സ്ലാബ് പോലെ ഒരു ഇരുമ്പിന്റെ സ്ലാബുകൾ തൽക്കാലം സ്ഥാപിച്ചത്. ഇപ്പൊ ഇങ്ങനെ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ, പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ഒരു ആക്സസ് ആണ്. ഈ ആക്സസിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഏത് സമയവും രാത്രി കാലങ്ങളിൽ ഒരാൾ വീണ എന്താണ് അടിയന്തരമായിട്ട് നമുക്ക് അടിയന്തരമായിട്ട് പറയുന്നത്, റോഡ് എങ്ങനെയും പൂർത്തീകരിക്കുക, ഉദ്ഘാടനം ചെയ്യാന്നുള്ളതല്ല ഇവിടെ പ്രയോറിറ്റി. ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്കുകൊണ്ട് ഇവിടെ ഇപ്പൊ താമസിക്കുന്ന ആളുകൾക്കും പ്രയാസം ഉണ്ടാവരുത് എന്നുള്ള ഒരു വലിയ കൺസേൺ ആണ്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഇതിനനുസരിച്ചുള്ള മുൻഗണന നൽകിക്കൊണ്ട് ഇവരെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതാണ് റോഷ്നി. എന്തായാലും ഇവിടെ കാണാം, നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും, അതായത് പെട്ടെന്ന് ഒരു വണ്ടിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ആ ബൈക്ക് യാത്രക്കാരൻ വീണിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് വീഴ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള പരിക്കുകളേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഇപ്പോഴും വർക്ക് നടക്കുകയാണ്. ഇവിടെയൊക്കെ ഈ ചെറിയ ചെറിയ കമ്പികളുണ്ട്. ഇതിലോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ തലയോ അല്ലെങ്കിൽ കയ്യോ കാലോ മറ്റോ അടിക്കുന്നതെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് പോകുമായിരുന്നു. ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അയാൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹെൽമെറ്റ് സഹിതമാണ് ഈ ഓടയിലേക്ക് വീഴുന്നത്. പക്ഷേ എന്തുകൊണ്ടോ കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് ഭാഗ്യമാണ്. പക്ഷേ എപ്പോഴും ഇതുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുൻപ് ഒരു സ്ത്രീയും സമാനമായ രീതിയിൽ ഈ ഓടയിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള ഈ സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നു, കൗൺസിലർ പറയുന്നു. ഒപ്പം തന്നെ ഇവിടെയുള്ള കടയിലുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടോ ഇന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് എന്ന് വേണം നമുക്ക് പറയാൻ. ഒരുപക്ഷെ രാത്രിയിലാണെങ്കിൽ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല, രക്ഷപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഈ അപകടത്തിന്റെ ആഘാതം അത് വലുതാവുകയും ചെയ്യും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് വലിയ ഓടയാണ്, ഇത് ചെറിയ ഓടയാണ്. ഈ ചെറിയ ഓടയിലേക്കാണ് ആ ബൈക്ക് യാത്രക്കാരൻ വീണിട്ടുണ്ടായിരുന്നത്. ഷഹദ്, ഈ ദൃശ്യം കാണുമ്പോഴും അവിടെ നിന്ന് വിവരിക്കുമ്പോഴും നമുക്ക് പേടി തോന്നുന്ന ഒരു കാര്യം, ഇപ്പോ സമീപ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുപോലൊരു വാർത്തയാണ്. അതിൽ ഒരു യുവാവ് മരിച്ചത് നമുക്കറിയാം. തൊടുപുഴയിൽ ഓടയിൽ വീണ യുവാവ് മരിച്ച സംഭവമാണ് ഞാൻ പറയുന്നത്. അതിൽ നഗരസഭയും
PWDയും പരസ്പരം പഴിചാരുന്നതാണ് നമ്മൾ കേട്ടത്. ഒരു മരണശേഷവും ആർക്കാണ് ഉത്തരവാദിത്തമെന്ന് ചോദിക്കുന്ന പൊതുജനത്തോട് മുന്നിൽ നിന്ന് രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം പഴിചാരുന്ന അവസ്ഥ ഇതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഇപ്പൊ നോക്കൂ, ആ യുവാവിന് നിസ്സാര പരിക്കുകളെ ഉള്ളൂവെങ്കിലും തുറന്നു കിടക്കുന്ന ഓടയിൽ ഇനിയും അപകടങ്ങൾ സംഭവിക്കാം. എന്ത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഓടകൾ ദിവസങ്ങളോളം മാസങ്ങളോളം തുറന്നു കിടക്കുന്ന കാഴ്ച സംസ്ഥാനത്ത് പലയിടത്തുമുണ്ട്. അപകടങ്ങൾ നിത്യേന സംഭവിക്കുന്നുണ്ട്. അത് ചെറുതോ വലുതോ എന്ന് പറഞ്ഞുകൊണ്ട് താരതമ്യം ചെയ്യുന്നതിനപ്പുറം ഇതിലെന്താണ് അധികാരികൾ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നതെന്ന് അറിയേണ്ടതുണ്ട്. അല്ലേ ഷഹദ്? തീർച്ചയായും രോഷിനി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒരു ആവേശത്തിൽ ഈ ഓടയിലേക്ക് എടുത്തു ചാടിയെങ്കിലും പെട്ടെന്ന് നമുക്കിതിൽ നിന്ന് അങ്ങനെ കയറി പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ വണ്ടിയിലൊക്കെ തന്നെ ഈ യാത്ര ചെയ്ത് ഇതിലേക്ക് വീഴുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് കയറി പോകാൻ സാധിക്കുന്നതല്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പം സാരിയൊക്കെ ആയിരിക്കും ഉടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റേത് വസ്ത്രമാകട്ടെ. അപ്പോൾ ഈ വസ്ത്രങ്ങളൊക്കെ ഇതിന്റെ മേലെ കുരുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. കൂടാതെ ഈ ഓട അങ്ങനെ ക്ലീൻ ആയി കിടക്കുന്ന ഓടയല്ല. ഇതിൽ ഈ ജോലി നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഈ ടാറിംഗ് പൂർത്തിയായതിന്റെ അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്ന റോഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ ഓടയിലുണ്ട്. അപ്പോൾ അതും ശരീരത്തിൽ തട്ടി മുറിയാം. ഒപ്പം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പികളുണ്ട്, അത് തട്ടി ശരീരത്തിൽ മുറിവുകൾ ഏൽക്കാം. അങ്ങനെ ജീവഹാനി വരെ സംഭവിക്കാം. പ്രത്യേകിച്ച് തുടർച്ചയായി ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാ, ഞാൻ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കാരണം ഈ വലിയ കമ്പികളാണ്, ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ കമ്പികളാണെങ്കിൽ ഇവിടെയൊക്കെ വലിയ വലിയ കമ്പികളാണ്. അപ്പോൾ ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വികസനം വേണം, ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ കാൽനട യാത്രക്കാരുടെയും വാഹന യാത്രക്കാരുടെയും ജീവൻ സംരക്ഷിച്ചുകൊണ്ടാകണം ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. തുടർച്ചയായി ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇടുക്കിയിൽ കണ്ടതാണ്. പക്ഷേ അതിന് ചൂടാറിയിട്ടില്ല. അതിന് തൊട്ട് മുൻപ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഇതിന്റെ 2 ആഴ്ച മുൻപാണ് സമാനമായി സിവിൽ സ്റ്റേഷന് മുൻവശത്തും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അത് സ്ത്രീയാണ് വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയും വേഗം ഇതിനൊരു അടിയന്തര നടപടി, അതാണ് ഈ നാട്ടുകാരും ഒപ്പം തന്നെ ആളുകളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് രാത്രിയിലാണെങ്കിൽ, ഞാൻ തുടർച്ചയായിട്ട് പറയുകയാണ്, ഇത് രാത്രിയിലാണെങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് കയറിപ്പോകാൻ, ഈ ഓവുചാലിൽ നിന്ന് പെട്ടെന്ന് കയറാൻ പറ്റില്ല. ആ സമയത്ത് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കൈ പിടിച്ചിട്ടും അദ്ദേഹത്തിന് വണ്ടി മാറ്റി നിർത്തിയിട്ടും ഒക്കെ തന്നെ പെട്ടെന്ന് ഇതിൽ നിന്ന് കയറി. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റില്ല. നമുക്ക് അത്രയും റിസ്ക് ആണ് ഇതിൽ ഇറങ്ങുകയും ഒപ്പം തന്നെ കയറുക എന്ന് പറയുന്നതൊക്കെ തന്നെ. എന്തായാലും ഇന്നത്തെ ബൈക്ക് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭാഗ്യമുണ്ട്. ആ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം വലിയ രീതിയിൽ പരിക്കുകളൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെട്ടത്. മാത്രമല്ല തലയിൽ ഹെൽമറ്റ് ഉള്ളതുകൊണ്ട് മറ്റ് അപകടങ്ങളും ഉണ്ടായില്ല. രോഷിനി, യെസ്, ഷഹദ് റഹ്മാനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ആ ദൃശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തുള്ള വാഹനങ്ങളിൽ നിന്നൊക്കെ യാത്രക്കാരും മറ്റു ഡ്രൈവർമാരും ഒക്കെ ഓടി വന്ന് പെട്ടെന്ന് അദ്ദേഹത്തെ കയറ്റുകയാണ്. പക്ഷെ തൊടുപുഴയിൽ ഒരു യുവാവ് മരിച്ചിട്ടുണ്ട്. അതിൽ PWDയും നഗരസഭയും പരസ്പരം പഴിചാരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഓടകളുണ്ട്. അതൊക്കെ അപകട കെണി ഒരുക്കിയിട്ടുള്ളതാണ്. അതിലൊക്കെ അധികൃതർ എങ്ങനെയെങ്കിലും ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ന്യൂസ് ബസിലൂടെ പറയാനുമുള്ളത്.